സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഉള്ളതെല്ലാം കഴിക്കാം, എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം, ആഹാരവും മറ്റതും മറിച്ചതും ഒക്കെ. പക്ഷെ ഈ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അത് അവർ അംഗീകരിച്ച് അങ്ങനെ പോയി. അപ്പോഴാണ് ഷെയ്ത്താൻ വരുന്നത്. ഇബ്ലീസ് എന്ന് പറയുന്ന ഷെയ്ത്താൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കണം. നിങ്ങൾ യാതൊരു കാരണവശാലും പിന്നെ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചു. അതിൽ നിന്നും ആ ഫ്രൂട്ട് കഴിച്ചു, ആ ഫലം കഴിച്ചു, ആ പഴം കഴിച്ചു. കഴിച്ചതിന് ശേഷമാണ് അവർക്ക് നഗ്നതയെപ്പറ്റി ബോധം ഉണ്ടായത്. നഗ്നത എന്താണെന്ന്. അപ്പോൾ പിന്നെ അവർക്ക് ആ മനുഷ്യ സഹജമായ അയ്യേ നഗ്നതയാണ്, നഗ്നത. ഉടനെ തന്നെ ഇലകളും മറ്റൊന്നും മറച്ചു വെച്ച് അവരവിടെ മറയ്ക്കുകയാണ് നഗ്നത. അപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ വേറെ ലൈംഗികമായ ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോ എങ്ങനെയായ മനുഷ്യന് അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? ആദമനും ഹവ്വായ്ക്കും അങ്ങനെ ഒരു ചിന്ത പണ്ടില്ലായിരുന്നു. അതിൽ നിന്ന് ആഹാരം കഴിച്ചതിന് ശേഷമാണ്, ആ ഫലം കഴിച്ചതിന് ശേഷമാണ് അവർക്ക് നഗ്നതയും ലൈംഗികതയും ഒക്കെ പറ്റി പോകുന്നത്. അപ്പൊ ഇതാണ് സത്യം. ഈ സത്യത്തെ മനസ്സിലാക്കി വേണം നമ്മൾ ആരെയും, ഏതൊരു സമുദായത്തെ ആയിരുന്നാലും ഏതൊരു മതഗ്രന്ഥങ്ങളെ വിമർശിക്കാറുള്ളത്. ഞാൻ ഒരുപാട് ചാനലുകൾ കേൾക്കുന്നുണ്ട്. ചില പൊട്ടന്മാർ വന്നിരുന്ന് അവിടെ ഹൂറിലിംഗങ്ങളുമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നുമില്ല. അതൊക്കെ കാണാൻ കേൾക്കാം, സൗന്ദര്യം നമ്മൾ ആസ്വദിക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നില്ല. ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും? ഏറ്റവും പ്രായമായി മരിക്കാൻ കിടക്കുന്ന വയസ്സായ പെണ്ണിന് ആണിന് അങ്ങനെ ഒരു ലൈംഗിക ചിന്ത ഉണ്ടാവില്ലല്ലോ. കൊച്ചുകുട്ടിയേക്ക് ലൈംഗിക ചിന്ത. അതുപോലെയുള്ള മനസ്സും അതുപോലെയുള്ളതുമായിരിക്കും മരണാനന്തര ജീവിതം. അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നു, അത് 2, 3, അത് കഴിഞ്ഞുള്ള പ്രസവം കൂടുതൽ മുസ്ലിം സ്ത്രീകളാണ്. ഹിന്ദു സ്ത്രീകൾ അതിൽ കുറച്ചേ പ്രസവിക്കുന്നുള്ളൂ. ക്രിസ്ത്യൻ സ്ത്രീകൾ അതിൽ കുറച്ചേ പ്രസവിക്കുന്നുള്ളൂ. അപ്പൊ എനിക്കൊരു സ്നേഹിതൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നേഹം നായറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈഴവ സുഹൃത്തുക്കളുണ്ട്, നായർ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ വർഗീയമായ ഒരു ചേരിതിരിവൊന്നും അന്ന് കാലത്തില്ല. അതായത് ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പാണ്. അല്ലല്ല, 25-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് അവരെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് വണ്ടി നിർത്തിത്തരും. ഞാൻ പള്ളിയിൽ പോയി നമസ്കരിക്കും. എൻ്റെ വണ്ടിയിലാണ് അവർ വരുന്നതെങ്കിൽ ക്ഷേത്രം കാണുമ്പോൾ എനിക്കൊന്ന് തൊഴുതണമെന്ന് പറയും. അവിടെ പോയി തൊഴുത് ഒരു തുറിയൊക്കെ അടിച്ചു വരും. ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനി എനിക്ക് ചർച്ചയിൽ പോകാനുള്ള സമയം നമ്മൾ നിർത്തി കൊടുക്കും, പോയിട്ട്. അപ്പോൾ അങ്ങനെ സൗഹൃദമായിട്ട് കഴിഞ്ഞ ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇവിടെ അധികാരത്തിന് വേണ്ടി, അധികാര കസേരയ്ക്ക് വേണ്ടി മനുഷ്യരെ തമ്മിൽ വേർതിരിപ്പിക്കുകയാണ്. മനുഷ്യരെ തമ്മിൽ പകയും വിദ്വേഷവും ഉണ്ടാക്കുകയാണ്. അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ മുസ്ലിമാണ്, അവൻ ഹിന്ദുവാണ്, അവൻ നമുക്ക് പറ്റിയല്ല. എല്ലാം പറ്റും. ഇവിടെ നമ്മൾ കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞതാണ്. ഈ RSS സംഘപരിവാർ എന്ന് കേരളത്തിൽ ഉണ്ടായി. അന്ന് തൊട്ടാണ് ഇവിടെ വർഗീയതായ വിളയാട്ടം ആരംഭിച്ചത്. മനുഷ്യരെ തമ്മിൽ തെറ്റിപ്പിക്കുന്നു, മനുഷ്യരെ തമ്മിൽ കുരുതി. അതായത് മനഃപൂർവ്വമായിട്ട് ഒരാളിനെ കൊല്ലുന്നു, അതിന് മറുഭാഗത്ത് നിന്ന് അവരെ കൊല്ലുന്നു, മറ്റവൻ മറിച്ച് കൊല്ലുന്നു. അപ്പൊ മറുപടിയായി അങ്ങനെ കൊലപാതകങ്ങളുടെ പരമ്പര. ഇപ്പൊ പരമ്പര ഇല്ല, കാരണം തിരിച്ചു കിട്ടുമെന്നായപ്പോഴത്തേക്ക് അവരത് നിർത്തിയിരിക്കുകയാണ്. RSSകാരാണ് ഇവിടെ കൊലപാതകം തുടങ്ങിയത്. പിന്നെ CPM നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അവരുമായിട്ടായിരുന്നു നേരത്തെ മുട്ടൽ ആദ്യം. അതൊക്കെ ഇപ്പൊ തീർന്നു. എന്തായാലും ശരി. അപ്പൊ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി, അധികാര കസേരകൾക്ക് വേണ്ടി, അവരുടെ ആഡംബരങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ തമ്മിൽ തെറ്റിപ്പിക്കുക, ജാതിയും മതവും പറഞ്ഞ് വേർതിരിപ്പിക്കുക, നാടിനെ കലുഷിതമാക്കി നിലനിർത്തുക, ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പൊ യൂറോപ്പും അമേരിക്കയും ആയുധങ്ങൾ ആവശ്യം പോലെ അവരുണ്ടാക്കി വയ്ക്കും. അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആയുധ ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വിറ്റഴിച്ച് പോകണ്ടേ? അപ്പൊ നാട്ടില് പിന്നെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കണം, അല്ലെങ്കിൽ യുദ്ധഭീതി നിലനിർത്തണം. എങ്ങനെ? അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നോക്കും അവരത് ചെയ്യും. അതുപോലെയാണ് RSSകാർ. അവർക്ക് അധികാരത്തിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാമോ അത് തെറ്റിക്കും. വിദ്യാഭ്യാസവും വിവരവുമുള്ള മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. എല്ലാവരുടെയും അജണ്ടകൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം വളരെയധികം തുച്ഛമായിരുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
47 മുമ്പ്, അതായത് ഇംഗ്ലീഷുകാർ ഇവിടെ ഭരിക്കുന്നതിന് മുമ്പ് ഇവിടെ മുസ്ലിം ഭരണാധികാരികളായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണം. എവിടെയെങ്കിലും വർഗീയ വിപ്ലവം ഉണ്ടായിട്ടുണ്ട്? മൈസൂരിൽ ഭരിച്ചിരുന്ന ആരായിരുന്നു? ടിപ്പു സുൽത്താനായിരുന്നു. ആ ടിപ്പു സുൽത്താന്റെ മന്ത്രിസഭയിലെ 60% അംഗങ്ങളും ഹിന്ദുക്കളായിരുന്നു. ഈ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ വർഗീയമായി ചിന്തിക്കേണ്ട കാര്യമില്ല. മുസ്ലിം സ്ത്രീ കൂടുതൽ പ്രസവിക്കുന്നു, അതിനെ പ്രസവിക്കുന്നത് അവരല്ലേ ആ മക്കളെ നോക്കുന്നത്. അവർ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് അവരെ വലുതാക്കി അവരെ ഇതാക്കുന്നത്. മറ്റവർക്ക് അതിന് താല്പര്യമല്ല. അതിന് പറഞ്ഞത് അത് മാത്രമല്ല പറയുന്നത്, അവരിൽ മരണസംഖ്യ കുറവാണ്. അവർ ജനസംഖ്യ കൂടുന്നു, അവരുടെ മരണസംഖ്യ കുറയുന്നു. ഹിന്ദുക്കൾ ഇത്ര ശതമാനം ഇത്ര വയസ്സ് വരെ വെച്ച് ഇത്രയും ആളുകൾ മരിക്കുന്നു, മുസ്ലിങ്ങൾ അത്രയും മരിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ ഇത്രയും മരിക്കുന്നുള്ളൂ, അതിൽ കൂടുതലാവുന്നില്ല. അതായത് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് മരിക്കാതിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ സംഘപരിവാറുകാരല്ലേ മരിക്കുന്നത്, ഇത്രേ പ്രസവിക്കാവും, അതിൽ കൂടുതൽ പ്രസവിക്കാൻ പാടില്ല. പിന്നെ മരണം എന്ന് പറയുന്ന ഇത്ര വയസ്സിൽ മരിച്ചോളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും, ജയ് ശ്രീറാം. എന്ത് അങ്ങനെ മതി? അതായത് ലോകത്ത് ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇങ്ങനെ. അതായത് ഓരോ ജാതിക്കാരായ സ്ത്രീകൾ എത്ര പ്രസവിക്കുന്നു, എത്ര മരിക്കുന്നു, ഓരോ ജാതിക്കാരും, അതായത് ക്രിസ്ത്യാനി എത്ര പ്രസവിപ്പിക്കുന്നു, എത്ര മരിക്കുന്നു, ഹിന്ദു എത്ര പ്രസവിക്കുന്നു, എത്ര മരിക്കുന്നു, മുസ്ലിം എത്ര പ്രസവിക്കുന്നു, എത്ര മരിക്കുന്നു. അപ്പൊ ഇത് ഇക്വേഷൻ തെറ്റുന്നു. മുസ്ലിങ്ങൾ ജനസംഖ്യ കൂടുകയാണ്. ജനസംഖ്യ കൂടിയാൽ ഇവിടെ പ്രശ്നമുണ്ട്. മുസ്ലിങ്ങൾ എന്ത് ആരെങ്കിലും തിന്നുകളയൂ? മുസ്ലിങ്ങൾ എവിടെ കൂടുതലുണ്ടോ അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. മുസ്ലിങ്ങൾ എവിടെ ന്യൂനപക്ഷമാണോ അവിടെ അവരില്ലാത്ത കുഴപ്പങ്ങളുണ്ടാകും. നിങ്ങൾ കാണുന്നില്ല UP-യിൽ മുസ്ലിങ്ങൾക്ക് എവിടെയും ആരാധന പാടില്ല. വെള്ളിയാഴ്ച ദിവസം കാര്യം അവർ കൂട്ടപ്രാർത്ഥനയുണ്ട്. ആ കൂട്ടപ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ സ്ഥലമില്ലാതെ ചിലപ്പോൾ പുറത്തു നിന്ന് നമസ്കരിക്കും. ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ നോക്കി, സ്ട്രീറ്റിൽ നിന്ന് നമസ്കരിക്കും, കുഴപ്പമില്ല. അപ്പോ ഇതുപോലും അവിടെ അനുവദിച്ചിട്ടില്ല, UP-യിൽ അനുവദിച്ചിട്ടില്ല. നമസ്കരിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിൽ നമസ്കരിച്ചു. പക്ഷെ അവർക്ക് എന്തുവാകും? പിന്നെ അവരെ ഘോഷയാത്ര പോകുമ്പോൾ പള്ളിയുടെ മിനാരം പോലും കാണാനില്ല, പള്ളിയെ കാണാനില്ല. അത് വേണമെങ്കിൽ തുണി ഇട്ട പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ മൂടിക്കൊള്ളണം. മൂടിയില്ലെങ്കിൽ അവർ വന്ന് മൂടും, അല്ലെങ്കിൽ അവർ പൊളിച്ചുകളയും. അപ്പോൾ ഇത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ് ഇവന്മാർ. അങ്ങനെയൊന്നും ഒരു ലോകം ഒരു രാജ്യമൊന്നും ഉണ്ടാക്കാനില്ല. ആ രാജ്യം നിലനിൽക്കുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇനിയിപ്പോ പുതുതായിട്ട് വേണമെങ്കിൽ അവർ നിയമം കൊണ്ടുവരും. സംഘപരിവാറുകാർ പറയാണ് ഇത്ര അതിൽ കൂടുതൽ പ്രസവിക്കാൻ പാടില്ല, ഹിന്ദുക്കൾ ഒന്നേ പ്രസവിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തീർത്തില്ല. അത് എൻ്റെ സ്നേഹിതൻ, ഒരു ഹിന്ദു സ്നേഹിതൻ, ഒരു കുട്ടിയെ ഉള്ള അയാൾക്ക്. ഞാൻ ചോദിച്ചാൽ അതെന്താ നിങ്ങൾ ഒരു കുട്ടിയിൽ ഒതുക്കിക്കളഞ്ഞത്? അപ്പൊ പറയാണ് ഞങ്ങൾക്ക് ഒരു കുട്ടി മതി, ഞങ്ങളുടെ സ്നേഹമെല്ലാം ആ കുട്ടിക്ക് കിട്ടണം. 2 കുട്ടികളായി പോയാൽ 2 പേർക്കായിട്ട് സ്നേഹം പോകും. അപ്പോൾ മനസ്സ് അഴുക്കായതാണ് നല്ലതാണ്, നിങ്ങൾ തന്നെ ചിന്തിച്ചോളണം. അപ്പോ ഒരു കുട്ടി ഏതെങ്കിലും അകാലത്തിൽ ചരമടഞ്ഞ് മരിച്ചുപോയ എന്ത് ചെയ്യും? അവർ 2 പേരും മദ്യംകരണവും കൂടെ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അതിന് ഉദാഹരണമുണ്ട്. ചിത്ര, നമ്മുടെ എല്ലാവരും കേരളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകാരിയാണ് ചിത്ര. ചിത്രയ്ക്ക് ഒരു കുട്ടിയെ ഉള്ളായിരുന്നു. അവര് അതോടുകൂടി നിർത്തം ചെയ്തു. ആ കുട്ടി മരിച്ച് അകാലത്തിൽ ആക്സിഡന്റ്, അതായത് വെള്ളത്തിൽ മുങ്ങി മരിച്ച്. അവർക്ക് മക്കളില്ല. ആലോചിച്ച് നോക്കണം നമ്മൾ. അപ്പൊ ദൈവം തമ്പുരാൻ മനുഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന സുഖ സൗകര്യങ്ങളായിരുന്നാലും ശരി, അവർക്കുള്ള പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നാലും അത് പരമാവധി ഉപയോഗിക്കണം. അതായത് വ്യഭിചാരികൾ കുറവാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ. കള്ള് കുടിക്കുന്ന മദ്യം കടിക്കുന്നവർ കുറവാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അതായത് കുറച്ചുണ്ട്, മദ്യപിക്കുന്നവരുണ്ട്, പിന്നെ വ്യഭിചരിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള സമുദായങ്ങളിൽ അത് കൂടുതലാണ്. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയുടെ അടുത്ത് പോവാതെ നാട്ടിലിറങ്ങി പോകുന്നത്. അപ്പോൾ ശരിയായ ഒരു കുടുംബജീവിതം, സമാധാനമായ സന്തോഷമായ ഒരു കുടുംബജീവിതത്തിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം ആവശ്യമാണ്. ഭാര്യയ്ക്കും ആഗ്രഹം ഉണ്ടാവും, ഭർത്താവിനും ആഗ്രഹം ഉണ്ടാവും. അവന്മാരൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അത് വ്യഭിചാരത്തിലാണ്. അപ്പോൾ ഒരു നാട് നശിക്കും, ഒരു സമൂഹം നശിക്കും, ഒരു ജാതി നശിക്കും. ആ ജാതിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ. അപ്പൊ അതിനെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ മക്കളും ആയിട്ടുള്ള സൗഹൃദത്തിലുള്ള ഒരു കുടുംബ ജീവിതമാണ്.
സന്തോഷത്തിലുള്ള ഒരു കുടുംബജീവിതം. അതിന് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഒരു ആവശ്യമായ ഘടകമാണ്. ഇവർ ഈ പറയുന്ന ഈ പൊട്ടന്മാര് പറയുന്നത് പോലെയല്ല. സ്വാമിമാരും അച്ഛന്മാരും കല്യാണം കഴിക്കാത്തതിന് ആര് നിങ്ങളെ അടുത്ത് തടഞ്ഞത്? ആരാണ് നിങ്ങളടുത്ത് ഏത് സ്വാമിയുടെ അടുത്തും ഏത് അച്ഛൻ്റെ അടുത്തും പറഞ്ഞ് വിവാഹം കഴിക്കരുത്? ഇസ്ലാമിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരും അവരും ഇവരും ഒക്കെ ഉണ്ടല്ലോ. അവരെല്ലാം വിവാഹം കഴിച്ച് കുടുംബം ഒന്നായിട്ട് കഴിയുന്നില്ലേ? അപ്പൊ അതുപോലെ കഴിഞ്ഞൂടെ? എന്നിട്ട് വന്ന് നിന്ന് മൈക്കിന്റെ മുമ്പ് വന്ന് നിന്നിട്ട് പെണ്ണുങ്ങളുടെ അടുത്ത് പറയണേ നിങ്ങൾ 10 എണ്ണം പ്രസവിക്കണം. നിങ്ങൾ അറിയാം, അദ്വാനി ആയിരുന്നാലും വാജ്പേയി ആയിരുന്നാലും മോഡി ആയിരുന്നാലും മക്കളെ ഉണ്ടാക്കാതെ പറയണേ നിങ്ങൾ 15-10 മക്കളെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവനൊക്കെ ആദ്യം കല്യാണം കഴിച്ച് കുടുംബ ബന്ധം എന്താണെന്ന് അറിഞ്ഞ് മക്കളെ ഉണ്ടാക്കി മക്കളെ പരിപാലിച്ച് വളർത്തുന്ന രീതിയൊക്കെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം വന്ന് നിന്ന് ചിലയ്ക്കാനുള്ളത്. ഇവനൊക്കെ പട്ടി കുരയ്ക്കുന്നത് പോലെ വന്ന് കുരച്ചിട്ട് കാര്യമല്ല. അതായത് യാഥാർത്ഥ്യത്തിലേക്ക്, ജീവിതം എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ലോകത്തെങ്ങും ഇല്ലാത്ത ഇങ്ങനെയുള്ള കണക്കെടുപ്പ് എന്ന് പറയുന്നത്. മുസ്ലിം സ്ത്രീ പ്രസവിക്കുന്നു, മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും മരിക്കുന്നില്ല, മറ്റതാണ് മറിച്ചാണ്. വൃത്തിയും വെടുപ്പും സന്തോഷവും കുടുംബജീവിതവും ഉണ്ടെങ്കിൽ അവരുടെ ആയുസൊക്കെ കൂടും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ എല്ലാവരും സന്തോഷമായ കുടുംബജീവിതം. ഈ മത നേതാക്കന്മാർ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ. ഈ വെള്ളാപ്പള്ളിയെ പോലെ വിഷം ചീറ്റുന്നവൻ എന്ന് പറയുന്നത് അവന്റെ കച്ചവടം എന്താണ്? കള്ള് കച്ചവടമാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? ഒരു തലമുറയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവനെ പോലെയുള്ള ചെറ്റകളെയാണ് ഈ നാട്ടിൽ ഒറ്റപ്പെടുത്തേണ്ടത്. അവൻ വന്ന് ഇന്ന് ഓരോ പ്രാവശ്യവും പറയും അവരങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ. പണ്ട് പിന്നെ നായരുടെ നേതാവായിരുന്നു മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് അറിയാമോ? ഈഴവരെ പറഞ്ഞത് പന്നി വെറ്റിട്ടുന്നതിനെ പെറ്റുകൂട്ടുന്നത് ഈഴവര്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴ് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന തെണ്ടി പറയുന്നത് ഇങ്ങനെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അവനെന്ന് പറയുന്ന ഒരു തലമുറ നശിപ്പിക്കുകയാണ്. അവന്റെ കള്ള് കച്ചവടം, അതായത് മദ്യ വ്യവസായമാണ് അവന്റെ ജോലി. വ്യവസായമല്ല, മദ്യ ബിസിനസ്. അപ്പൊ അത് വിറ്റ് ഈ ആളുകളെ കുടിപ്പിച്ച് കിടത്തുകയാണ്. അവനൊരു കുടുംബ ബന്ധം ഉണ്ടാവില്ല, അവന് കുടുംബ സുഖം ഉണ്ടാവില്ല, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവില്ല. സ്ത്രീകൾ തന്നെ വെറുത്തു പോവില്ലേ അവനെയെല്ലാം? ഇങ്ങനെ കള്ളു കുടിച്ച് ബോധമില്ലാതെ രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കയറി അറിയാതെ ഇവനൊക്കെ കിടന്നുറങ്ങി. അപ്പൊ അങ്ങനെ വൃത്തികെട്ട മനസ്സുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. അങ്ങനെ ബിസിനസ് ചെയ്യാൻ പാടില്ല. മനുഷ്യരെ നശിപ്പിക്കരുത്. ഭാവി തലമുറയെ അവരെ ബുദ്ധിയുള്ളവരാക്കി, വിദ്യാഭ്യാസമുള്ളവരാക്കി അവരെ ഉയർന്ന നിലയിൽ എത്തിക്കുന്നതിന് പകരം ആ സമൂഹത്തെ, ഭാവി തലമുറ ഇല്ലാതാക്കാൻ വേണ്ടി മദ്യക്കച്ചവടം കൊണ്ടിറങ്ങിയിരിക്കുന്ന, കൊള്ളപ്പലിശയും കൊടുത്ത് അവരെ കുടുംബം നശിപ്പിക്കുന്ന, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഇങ്ങനെയുള്ള ചെറ്റകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്ന്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മളെല്ലാം ഒന്നിച്ച് സൗഹാർദ്ദത്തിൽ, സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണമെന്നും രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നമ്മളെല്ലാം പ്രയത്നിക്കണമെന്നാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത്. നീണ്ടുപോയി ഒരുപാട്, പറഞ്ഞു പോയാൽ ഇനിയും ഒരുപാട് പോകും. 25 മിനിറ്റായി. ഓക്കെ, എല്ലാം തൽക്കാലമായിട്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഒരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.